മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും നന്നായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഫിസിക്സിന്റെ 3ാമത്തെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തോട്ട് വരികയാണ്. വിക്ടേഴ്സ് ചാനലിൽ ക്ലാസ് ഒക്കെ ഇന്നലെ എല്ലാവരും കണ്ടു കാണും. മൈക്രോഫോൺ കഴിഞ്ഞു. പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷന്റെ തുടക്കം അല്പഭാഗം മാത്രം പഠിപ്പിച്ചു. അതൊക്കെ കേട്ടപ്പോഴും ടീച്ചറെടുത്ത ക്ലാസ് ഓർമ്മ വന്ന് കാണുമല്ലോ. എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2-3 അസൈൻമെന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കേരളത്തിലെ ഡിഫറെന്റ് ടൈപ്പിലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ പവർ സ്റ്റേഷനുകളുടെ ഒക്കെ പേരെഴുതാനൊക്കെ ആയിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് അത് 3ന്റെ ഒക്കെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ തരും. നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. നമ്മൾ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ടാണ് വരുന്നത്. ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, ഗൃഹ വൈദ്യുതീകരണം, ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ഡാമില് ജനറേറ്റർ കറണ്ട് ജനറേറ്റ് ചെയ്ത് അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് പവർ ലോസ് കുറച്ച് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെ അത് പവർ ഹൗസ്, സെക്കൻഡറി പവർ ഹൗസ് അതായത് സബ്സ്റ്റേഷൻസിൽ വന്നിട്ട് വൈദ്യുതിയുടെ വോൾട്ടേജ് കുറച്ച് 2-3 ഇടത്തായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ഇത് കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്കൂളിന്റെ സൈഡിൽ ഇരിക്കുന്ന ട്രാൻസ്ഫോർമർ ഒക്കെ ടീച്ചർ പറഞ്ഞായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് അതിന് വിതരണ ട്രാൻസ്ഫോർമർ എന്നായിരുന്നു, അതായത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമേഴ്സ്. അവിടെ വന്നതിന് ശേഷം നമ്മുടെയൊക്കെ വീടുകളിലോട്ട് കണക്ഷൻ തരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ വൈദ്യുതീകരണം നടത്തിയിരിക്കുന്നതെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ വീടിന്റെ തൊട്ട് സമീപത്തൊരു ഇലക്ട്രിക് പോസ്റ്റ് കാണും അല്ലെ? ആ പോസ്റ്റിൽ നിന്നാണ് നിങ്ങളുടെ വീട്ടിലോട്ട് കറണ്ട് തരുന്നത്. എത്ര ലൈനാണെന്ന് നിങ്ങൾക്കറിയാമോ? 2 ലൈനാണ് അവിടെ നിന്ന് നമ്മുടെ പോസ്റ്റിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് കറണ്ട് തരുന്നത്. അതിലൊന്ന് ഫേസ് ലൈനും മറ്റൊന്ന് ന്യൂട്രലും ആയിരിക്കും. ഒന്ന് ഫേസ് ലൈനും മറ്റൊന്ന് ന്യൂട്രലും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ന്യൂട്രൽ ലൈൻ എങ്ങനെയാ വന്നതെന്ന്. നമ്മൾ 3 ഫേസ് AC ജനറേറ്റർ പഠിച്ചായിരുന്നല്ലോ. അവിടുത്തെ പ്രത്യേകത എന്തുവാ? ഒരു ഫീൽഡ് മാഗ്നറ്റിന്, ഒരു ഫീൽഡ് കാന്തത്തിന് 3 ആർമേച്ചർ. ഈ 3 ആർമേച്ചറും 120 ഡിഗ്രി കോണളവിലാണ് സ്ഥിതി ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഒരേ സമയം തന്നെ 3 കറണ്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറിലെ വന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? ഈ 3 ഫേസ് ലൈനെയും കൂടെ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യും. ആ പോയിന്റിൽ നിന്ന് 4ാമത് ഒരു വയർ എടുക്കും. ആ വയറിന് പറയുന്ന പേരാണ് ന്യൂട്രൽ വയർ. എങ്ങനെയാണ്? 3 ഫേസ് ലൈനും കൂടെ ഒരു പോയിന്റിൽ കണക്ട് ചെയ്ത് ആ പോയിന്റിലെ വോൾട്ടേജ് 0 ആയിരിക്കും. അവിടെ നിന്ന് 4ാമത് ഒരു ലൈൻ എടുക്കുന്നതാണ് ന്യൂട്രൽ. ഈ ന്യൂട്രലിലെ വോൾട്ടേജ് 0 ആയിരിക്കും. ന്യൂട്രലിലെ വോൾട്ടേജ് 0 ആയിരിക്കും. ന്യൂട്രലിനും ഒരു ഫേസ് ലൈനിന്റെ ഇടയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 230. ആ വോൾട്ടേജ് ആണ് നമ്മുടെ വീട്ടിലെ എല്ലാ വൈദ്യുത ഉപകരണങ്ങൾക്കും പ്രവർത്തിക്കാൻ ആവശ്യമായ വോൾട്ടേജ്. മറന്നു പോകരുത്, 230. അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്. അപ്പോൾ നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരണം. ഒരിടത്ത് വോൾട്ടേജ് കുറവും മറ്റൊരിടത്ത് വോൾട്ടേജ് കൂടുതലുമാണെങ്കിൽ മാത്രമേ കറണ്ട് ഒഴുകത്തുള്ളൂ. അത് നമ്മൾ 9ാം ക്ലാസ്സിലെ വെച്ച് മുൻ ചാപ്റ്ററുകളിലൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. ഒരിടത്ത് വോൾട്ടത കുറവും അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് കുറവും മറ്റൊരിടത്ത് കൂടുതലുമാണെങ്കിൽ മാത്രമേ കറണ്ട് ഒഴുകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ന്യൂട്രലിന്റെ വോൾട്ടേജ് 0 ആണ്. ന്യൂട്രലിനും ഒരു ഫേസ് ലൈനിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ വോൾട്ടതയാണ് ഈ 230 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്നത്. അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്താണ് 230 വന്നതിന് ശേഷമാണ് വിതരണം തുടങ്ങുന്നത്. അപ്പോൾ അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് ഫിഗർ 314. ആ ഫിഗർ ആണ് കാണുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിച്ചതിനകത്തോട്ട് നോക്കുക. അപ്പോൾ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് സൈഡിൽ കാണാം. ആ പോസ്റ്റിൽ 4 ലൈൻ കാണാം. P എന്നിട്ടിട്ടുണ്ട്. 3 ഫേസ് ലൈനും ഒരു ന്യൂട്രലും. നമ്മുടെ 3 ഫേസ് AC ജനറേറ്ററിൽ നിന്ന് വരുന്ന 3 ലൈനുകള് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറിൽ വന്നു കഴിയുമ്പോൾ 3ഉം കൂടെ ഒരു പോയിന്റിൽ കണക്ട് ചെയ്താണ് 4ാമത്തെ ന്യൂട്രൽ ലൈൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വീട്ടിലോട്ട് കണക്ഷൻ തരാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രലും എടുക്കുന്നു. ഫേസ് ലൈനിന്റെ കളറാണ് ചുമപ്പ്. ശ്രദ്ധിച്ചു നോക്കിക്കോണേ. അതിന്റെ ലൈവ് ലൈൻ എന്നും പറയും.
പിന്നെ ന്യൂട്രൽ ലൈനാണ് ബ്ലാക്ക്. കണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ വീട്ടിലോട്ട്, ഇന്ന് എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം. പോസ്റ്റിൽ നിന്ന് വരുന്ന ലൈന് ഒരു കറുത്ത കേബിളിനകത്തൂടെ 2 ലൈനും കൂടി ഇട്ട് ഒരു കേബിളിൽ നിന്ന് നമ്മുടെ ഏത് ഉപകരണത്തിലോട്ടാണ് ആദ്യം കൊടുത്തിരിക്കുന്നതെന്ന് ഇന്ന് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കോണേ. ആദ്യം നമ്മൾ മീറ്റർ എന്ന് പറയുന്ന ഉപകരണം, അതിന് അവിടെ KWH മീറ്റർ എഴുതിയിട്ടുണ്ട്. അതിന്റെ ശരിയായ പേര് വാട്ട് അവർ മീറ്റർ എന്നാണ്. നമ്മൾ സാധാരണ മീറ്റർ എന്ന് പറയും, വാട്ട് അവർ മീറ്റർ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അതിന്റെ ഫിഗർ ഇങ്ങനെ ഒരു ബോക്സ് ഇട്ടിട്ട് KWH എന്ന് മാത്രം എഴുതിയാൽ മതിയേ. അപ്പോൾ ആദ്യം കൊടുക്കുന്നത് വാട്ട് അവർ മീറ്റർ. ഈ ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാം, 2 മാസം കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഒരാൾ വരും. അദ്ദേഹം റീഡിംഗ് നോക്കുന്നത് ഈ വാട്ട് അവർ മീറ്ററിലാണ്. അപ്പോൾ വാട്ട് അവർ മീറ്ററിന്റെ ജോലി നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് അളക്കുക. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ട് അളക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. ഓക്കെ, ഈ വാട്ട് അവർ മീറ്ററിൽ നിന്ന് നേരെ പിന്നെ പോകുന്നത് അവിടെ തന്നെ ഇരിക്കുന്ന ഒരു മെയിൻ ഫ്യൂസിലോട്ടാണ്. മെയിൻ ഫ്യൂസിന്റെ ഉപയോഗം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ അത് പറയുന്നില്ല. അപ്പൊ ഈ ഫ്യൂസ് കൊടുത്തിരിക്കുന്നത് ഫേസ് ലൈനിലാണേ. അപ്പോൾ വാട്ട് അവർ മീറ്ററും ഫേസ് ലൈനിലാണ്, ഫ്യൂസും ഫേസ് ലൈനിലാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് മെയിൻ സ്വിച്ച് ആണ്. മെയിൻ സ്വിച്ച് എന്താണ്? മെയിൻ സ്വിച്ചിന്റെ ഉപയോഗം എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ വീട്ടിലെ മുഴുവൻ കറണ്ടിനെ നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ മെയിൻ സ്വിച്ച് ഉപയോഗിച്ച. ഇടിയും മിന്നലും ഒക്കെ വരുമ്പോൾ നമ്മൾ മെയിൻ സ്വിച്ച് ആണ് ഓഫ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ വർക്കൊക്കെ, മെയിൻ്റനൻസ് വർക്കൊക്കെ വരുമ്പോൾ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണല്ലോ പണിയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം മെയിൻ സ്വിച്ചിന്റെ ഉപയോഗം. ഇനി ഈ മെയിൻ സ്വിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് ELCB ആണ്. ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ അത് നമ്മുടെ എല്ലാവരുടെയും വീടുകളുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിരിക്കണമേ. അത് എർത്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ ആ സർക്യൂട്ട് ബ്രേക്ക് ആയി പോയിട്ട് അവിടെ നിങ്ങൾ MCBയും ELCBയും കൂടെ ഒക്കെ നിങ്ങളുടെ ഭിത്തിയിൽ വെച്ചിരിക്കുന്നതിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങളുടെ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാം. അതിന്റെ ഫോട്ടോ ടീച്ചർ എടുത്തിടാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ELCBയിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത് ചെറിയ ചെറിയ ഫ്യൂസുകളാണ്, അല്ലെങ്കിൽ MCB. ഇപ്പോൾ നമ്മൾ ഫ്യൂസുകൾക്ക് പകരം MCB ആണ്. പഴയ വീടുകളിലൊക്കെ ആണെങ്കിൽ വെള്ള കളറിലെ ഫ്യൂസുകളാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴങ്ങനെയല്ല, MCB ആണ്. MCBയുടെ ഫുൾ ഫോം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അത് നമ്മുടെ വീട്ടിൽ എത്ര മുറികളുണ്ടോ ആ ഓരോ മുറികളിലേക്കും പോകുന്നത് ഓരോ MCBയിൽ നിന്നാണ്. അപ്പോൾ മുറികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ MCBയുടെ എണ്ണവും കൂടാം. അപ്പോൾ ഇത് MCBയിലേക്ക് പോകും. നമ്മൾ ട്രിപ്പ് ആകുന്നു എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, അതാണ് MCB. അപ്പൊ MCB കഴിഞ്ഞിട്ട് ഒരു MCB മാത്രം എടുക്കുക. ഒരു MCBയിൽ നിന്ന് നമ്മുടെ ഒരു മുറിയിലോട്ടുള്ള കണക്ഷനാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മുറിയിലെ മാത്രം സ്വിച്ച് ബോർഡ് ഒന്ന് നോക്കുക. എന്തൊക്കെ സ്വിച്ചുകളുണ്ട് അവിടെ? ഒരു ബൾബിന് ഒരെണ്ണം കാണും, ഫാനിന് കാണും, പിന്നെ ഒരു പവർ പ്ലഗ് കാണും, നിങ്ങളുടെ ലാപ്ടോപ്പ്, നിങ്ങളുടെ മൊബൈലോ അങ്ങനെയുള്ള ചാർജറുകളോ അല്ലെങ്കിൽ ഇലക്ട്രിക് അയൺ ബോക്സും ഒക്കെ കുത്താനുള്ള ഒരു പവർ പ്ലഗ് കാണും, പ്ലഗ്. ഇത്രയും ആയിരിക്കും നിങ്ങളുടെ മുറിയിലെ സ്വിച്ച് ബോർഡിൽ നിങ്ങൾ കാണുന്ന സ്വിച്ചസ്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ ശ്രദ്ധിക്കണേ, പവർ പ്ലഗ് വരുമ്പോൾ അവിടെ ഒരു 3-5 ഹോളുകൾ കാണും സാധാരണ എല്ലാ പവർ പ്ലഗ്. ചിലതിനകത്ത് 3 എണ്ണം ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 ടൈപ്പിലുള്ള പിന്നുകളുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, അത് 2 പിന്നും ഉണ്ട്, 3 പിന്നും ഉണ്ട്. 2 പിന്നും 3 പിന്നും. ഇപ്പൊ നമുക്ക് ഒരു ബൾബ് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 2 പിന്ന് മതി. ആ 2 പിന്നിലെ ഒന്ന് ഫേസും മറ്റത് ന്യൂട്രലും ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ഈ ഹോളിനകത്തോട്ട് കുത്തുന്ന ഉടനെ ഫേസിൽ നിന്ന് ന്യൂട്രലിലോട്ട് കറണ്ട് ഒഴുകുമ്പോഴാണ് നമ്മുടെ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. എന്നാൽ ചില ഉപകരണങ്ങൾക്ക് 3 പിൻ തന്നെ ഉപയോഗിക്കണം. അത് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്, ഇപ്പോൾ ടീച്ചർ പറയാം. അപ്പൊ ഈ 3 പിന്നിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വലിയ പിന്നും 2 ചെറിയ പിന്നും ആയിരിക്കും. എല്ലാവർക്കും അറിയാം 3 പിന്ന്. അപ്പൊ ഈ 3 പിന്നിന്റെ വലിയ പിൻ പോകുന്നത് നമ്മുടെ സോക്കറ്റിലെ വലിയ ഹോളിലോട്ടായിരിക്കും. മുകളിൽ ഒരു വലിയ ഹോള് കാണും. ഈ ഹോളിന്റെ ബാക്കിലൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് എർത്ത് ലൈനാണ്. സൂക്ഷിച്ച് നോക്കിക്കുക, അതിനകത്തോട്ട് ഒരു പച്ച കളറിലുള്ള ലൈൻ കാണും. ഈ എർത്ത് ലൈൻ വരുന്നത് മെയിൻ സ്വിച്ചിലോട്ടാണ്. ആ എർത്ത് ലൈനിനെ മെയിൻ സ്വിച്ചിന്റെ അവിടെ വെച്ച് തന്നെ നമ്മുടെ ഭിത്തിയിലൂടെ അല്പം കൂടെ തിക്കായിട്ടുള്ള ഒരു ചെമ്പ് കമ്പി ഉപയോഗിച്ച് താഴെ ഭൂമിയിലോട്ട് കുഴിച്ചിട്ടിരിക്കും, ഒരു വലിയ കമ്പിയിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമോ എന്തായിരിക്കും എർത്ത് ലൈനിന്റെ ഉദ്ദേശമെന്ന്? അധിക കറണ്ട് നമ്മുടെ സർക്യൂട്ടിൽ എങ്ങാനും വന്നാൽ അത് എർത്ത് ലൈനിലൂടെ നേരെ അങ്ങ് ഭൂമിയിലോട്ട് പോകണം.
അതിനാണ് എർത്ത് ലൈൻ. അപ്പൊ 3 പിന്നുകളുള്ള ഉപകരണങ്ങൾക്ക് മാത്രമേ ഈ എർത്ത് ലൈനിന്റെ ഉപയോഗം വരുന്നുള്ളൂ. 2 പിൻ ഉപയോഗിക്കുമ്പോൾ എർത്ത് ലൈൻ ഇല്ല. അപ്പൊ ഈ ഡയഗ്രാം നിങ്ങൾ നോട്ട്ബുക്കിനകത്ത് വരച്ച് ടീച്ചറിനെ കാണിക്കണം. വരയ്ക്കുമ്പോൾ നിങ്ങൾ ഈ പോസ്റ്റോ അതിനകത്ത് ലൈനോ ഒന്നും വരയ്ക്കേണ്ട, 2 ലൈൻ മാത്രം വരച്ചിട്ട്, അതായത് ഫേസ് ലൈൻ, ന്യൂട്രൽ വരച്ചിട്ട് വാട്ടെവർ മീറ്റർ മുതൽ ഉള്ള ഭാഗം മാത്രം വരച്ചാൽ മതി. ഡയഗ്രാം പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ചോദിക്കത്തില്ല, പക്ഷെ ഡയഗ്രാം തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫ്യൂസ് കൊടുത്തിരിക്കുന്നത്, സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഫേസ് ലൈനിലാണ്, ന്യൂട്രലിൽ അല്ല. കാരണം സ്വിച്ചിന്റെ ഉപയോഗം നിങ്ങൾക്കറിയാം, കറണ്ടിനെ കൺട്രോൾ ചെയ്യാനാണ്. നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താൽ പിന്നെ കറണ്ട് അതിലൂടെ വരികില്ല. കറണ്ട് പോകുന്ന ലൈൻ എന്ന് പറയുന്നത് ഫേസ് ലൈൻ, അതിന്റെ വേറൊരു പേരും പറയും ലൈവ് ലൈൻ. അപ്പൊ ഈ ഫേസ് ലൈനിൽ വേണം ഫ്യൂസ്, സ്വിച്ച് മുതലായവ ഘടിപ്പിക്കാൻ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടീച്ചർ അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞുതരാം. പേജ് നമ്പർ 64 എടുത്തേ മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ടു വിച്ച് ഡിവൈസ് ഇസ് ദ ഇലക്ട്രിക് ലൈൻ റീച്ചിങ് അവർ ഹോം കണക്റ്റഡ് ഫസ്റ്റ്? നമ്മുടെ വീട്ടിൽ ഏത് ഉപകരണത്തിലാണ് ഇലക്ട്രിക് ലൈന്, റോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ലൈൻ ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്നത്? വാട്ടെവർ മീറ്റർ. മീറ്റർ എന്ന് മാത്രം എഴുതിയാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തില്ല. വാട്ടെവർ മീറ്റർ. It is the device used to measure the electric current consumed in our home. Second question നോക്കുക. From where does the earth line start? എർത്ത് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? വാട്ടെവർ മീറ്റർ തന്നെയാണല്ലോ, അവിടെ നിന്നാണല്ലോ എർത്ത് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പോസ്റ്റിൽ നിന്ന് വരുമ്പോൾ എർത്ത് ലൈൻ ഒന്നും ഇല്ലല്ലോ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് വാട്ടെവർ മീറ്റർ? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ടു മെഷർ ദ ഇലക്ട്രിക്കൽ എനർജി വി കൺസ്യൂംഡ് ഇൻ അവർ ഹോം. വാട്ടെവർ മീറ്ററിന്റെ ഉപയോഗം എന്ത്? നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് അളക്കുക. ഇൻ വിച്ച് ലൈൻ ആർ ദ ഫ്യൂസസ് കണക്റ്റഡ്? ഫ്യൂസ് ഏത് ലൈനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഫേസ് ലൈൻ ഓർ ലൈവ് ലൈൻ. മലയാളം അങ്ങനെ തന്നെയാണ്, ഫേസ് ലൈവ് എന്നൊക്കെ തന്നെയാണ്, മലയാളം വാക്കുകൾ വേറെ ഇല്ല. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ മെയിൻ സ്വിച്ച്? എന്താണ് മെയിൻ സ്വിച്ചിന്റെ ഉപയോഗം? ടു കൺട്രോൾ ദ ഹോൾ കറണ്ട് ഇൻ അവർ ഹോം. വേർ ഈസ് ഇറ്റ് പൊസിഷൻ ഇൻ ദ സർക്യൂട്ട്? ഫേസ് ലൈൻ. അതിന്റെ പൊസിഷൻ സർക്യൂട്ടിൽ എവിടെയായിരിക്കും? ഫേസ് ലൈനിലാണ്. ഏത് കഴിഞ്ഞിട്ടായിരിക്കും മെയിൻ സ്വിച്ച്? മെയിൻ ഫ്യൂസ് കഴിഞ്ഞിട്ട് മെയിൻ സ്വിച്ച്. ഇൻ ദി ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് വിച്ച് ഇസ് ദ തേർഡ് ലൈൻ അതർ ദാൻ ഫേസ് ആൻഡ് ന്യൂട്രൽ? ഫേസും ന്യൂട്രലും കഴിഞ്ഞിട്ട് മൂന്നാമതൊരു ലൈനോട് ഉണ്ടല്ലോ, എന്താണ് അതിന്റെ പേര്? എർത്ത് ലൈൻ. എർത്ത് ലൈൻ. വാട്ട് ആർ ദ കളേഴ്സ് യൂസ്ഡ് ഫോർ വയേഴ്സ് ഇൻ ഫേസ്, ന്യൂട്രൽ ആൻഡ് എർത്ത് ലൈൻസ്? ഇതിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണ്? ബ്ലാക്ക് ഫോർ ന്യൂട്രൽ, റെഡ് ഫോർ ഫേസ് ആൻഡ് ഗ്രീൻ ഫോർ എർത്ത്. എർത്ത് വയറിന് എപ്പോഴും പച്ച കളറായിരിക്കും. ലൈവ് അല്ലെങ്കിൽ ഫേസ് ലൈനിന് ചുമപ്പ് കളറ്, ന്യൂട്രലിന് ബ്ലാക്ക്. ചില ടെക്സ്റ്റുകളൊക്കെ ഞാൻ അല്ലെങ്കിൽ ചില വയേഴ്സിലൊക്കെ ബ്ലൂ കളറും കാണാറുണ്ട് കേട്ടോ. റെഡ് ഓർത്തിരിക്കുക, അതാണ് ഫേസ് ലൈനിന്റെ കളറ്. ഗ്രീൻ ഓർത്തിരിക്കുക, അതാണ് എർത്ത് ലൈനിന്റെ കളർ. വേർ ഇസ് ദ എർത്ത് വയർ കണക്റ്റഡ് ഇൻ എ 3-pin സോക്കറ്റ്? 3-pin സോക്കറ്റിലെ ഏത് ലൈനുമായിട്ടാണ് എർത്ത് വയർ കണക്ട് ചെയ്തിരിക്കുന്നത്? 3-pin സോക്കറ്റ് എന്ന് വീട്ടിൽ നിന്ന് എടുത്തു നോക്കണം. ഏതെങ്കിലും ഒരു ഉപകരണത്തിന്റെ അതിൽ ഒരേപോലത്തെ 2 പിന്നും കാണും. മുകളിൽ ഒരു നീളം കൂടിയ വലിയ പിന്നും കാണും. ആ നീളം കൂടിയ കനം കൂടിയ പിന്നിലാണ് എർത്ത് ലൈൻ കണക്ട് ചെയ്യുന്നത്. എർത്ത് ലൈൻ ഈസ് കണക്റ്റഡ് ടു ദി തിക്കർ ആൻഡ് ലോങ്ങർ പിൻ. നീളവും കനവും കൂടിയ പിന്നിലാണ് എർത്ത് ലൈന് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ദ ഹൗസ് ഹോൾഡ് ഡിവൈസസ് കണക്റ്റഡ് സീരീസ് ഓർ പാരലൽ? നമ്മൾ റെസിസ്റ്റൻസസ് ഒക്കെ പഠിച്ചായിരുന്നു, പ്രതിരോധകങ്ങളെ എങ്ങനെ കണക്ട് ചെയ്യും എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവിടെ രണ്ട് തരത്തിലുള്ള കണക്ഷനാണ്, സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും, അല്ലെങ്കിൽ ശ്രേണിയും സമാന്തരവും. അപ്പൊ നമ്മുടെ വീട്ടില് എങ്ങനെയാണ് ഉപകരണങ്ങളെ കണക്ട് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാമോ എങ്ങനെയാണെന്നത്? സമാന്തരമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ സമാന്തരമായിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ടീച്ചറൊന്ന് പറയാം. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണത്. സമാന്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ വീട്ടിലെ, നമ്മുടെ മുറിക്കകത്തെ ടീച്ചർ മുമ്പേ പറഞ്ഞു ഒരു 3-4 സ്വിച്ച് കാണും. ആദ്യത്തെ ഒരു സ്വിച്ച് ഇടുമ്പോൾ ബൾബ് മാത്രമേ കത്തൂ. അതേസമയം സീരീസിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ഇട്ടാൽ എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ഉപകരണങ്ങളും വർക്ക് ചെയ്യും. അതായത് എനർജി ലോസ് കൂടുതലായിരിക്കും. ഒരു ദോഷം. അതിൻ്റെ രണ്ടാമത്തെ
എനർജി വേസ്റ്റ് ആകത്തില്ല, അതാണ് ഒരു ഗുണം. ഇനി അടുത്തത്, നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പ്രത്യേകമായിട്ട് ഓരോ ഉപകരണത്തെയും പ്രവർത്തിപ്പിക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ പാരലായിട്ടാണെങ്കിൽ. സീരീസ് കണക്ഷനിൽ അത് നടക്കുകയില്ല. ഇനി അതേ സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു ഉപകരണത്തിന് എന്തെങ്കിലും കേടുണ്ടായാൽ അത് കഴിഞ്ഞു വരുന്ന ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല സീരീസിലാണെങ്കിൽ. ഇപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ അങ്ങനെ ഒരു ഫോൾട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാക്കി ഉപകരണങ്ങളെ ഒന്നും ബാധിക്കത്തില്ല. ഇങ്ങനെ 3-4 ഗുണങ്ങളുണ്ട് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ. ഡിവൈസ് വർക്ക് അക്കോർഡിംഗ് ടു ദ മാർക്ക്ഡ് പവർ. അതുപോലെ പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, പാരലൽ കണക്ഷനാണ് മക്കളെ ഗുണങ്ങളുള്ളത്. പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഓരോ ഉപകരണത്തിനും അതിൻ്റെതായ പവറിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. സീരീസിലാണെങ്കിൽ അങ്ങനെ പറ്റുകയില്ല. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ ഒന്നുകൂടെ ഓർത്തിരുന്നോണം. ഒന്നുകൂടെ പറയാം. ഡിവൈസസ് വർക്ക് അക്കോർഡിംഗ് ടു ദ മാർക്ക്ഡ് പവർ. ഡിവൈസസ് ക്യാൻ ബി കൺട്രോൾഡ് using switches as per need. No wastage of current. If there is any fault in one device, it will not affect the others. ഇത്രയുമാണ് പാരലൽ കണക്ഷന്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മള് ടീച്ചർ ഒരിടത്ത് പഠിപ്പിച്ചതിന്റെ ഇടയ്ക്ക് ഒരിടത്ത് ഒരു ചെറിയ തെറ്റ് പറഞ്ഞു. മേന്മകള് അല്ലെങ്കിൽ ഗുണങ്ങൾ കൂടുതൽ സീരീസ് കണക്ഷനിലല്ല, പാരലൽ കണക്ഷനിലാണേ. സീരീസ് കണക്ഷനിലല്ല, പാരലായിട്ട് കണക്ട് ചെയ്യുന്നിടത്താണ് മേന്മകൾ കൂടുതൽ. ഒരു 4 പോയിന്റ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ പാരലൽ കണക്ഷൻ നടത്തുന്നത്? തെറ്റരുത്, സീരീസ് കണക്ഷൻ അല്ലേ. ഞാൻ ഒരിടത്ത് അങ്ങനെ പറഞ്ഞു, സോറി. ഓക്കെ, ഇനി അടുത്തത് നമ്മളൊരു ഉപകരണത്തിന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ, വാട്ട് അവർ മീറ്റർ. Watt hour meter. It is a device used to measure the electrical energy we consumed. നിങ്ങൾക്ക് അറിയാമോ അത് വാട്ട് അവർ മീറ്റർ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെയുണ്ട്. ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഈ ഡിവൈസ്. അതിൽ നോക്കിയാണ് നമ്മൾ റീഡിംഗ് ഒക്കെ എഴുതുന്നത്. ഇനിയും ഈ ബില്ല്, അതായത് നമ്മുടെ കറണ്ട് ബില്ല് തരുന്ന ഉടനെ അതിനകത്ത് എഴുതിയിരിക്കും നമ്മൾ എത്ര യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജിയാണ് ഉപയോഗിച്ചേക്കുന്നതെന്ന്, അല്ലേ? എത്ര യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ സാധാരണ പറയുന്ന ഒരു വേർഡാണ് യൂണിറ്റ്. പക്ഷെ ശരിക്കും വാട്ട് അവർ മീറ്ററിൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതിന് കിലോ വാട്ട് അവർ എന്നാണ് പറയുന്നത്. കിലോ വാട്ട് അവർ. ഇറ്റ് ഈസ് ദ കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി വി കൺസ്യൂംഡ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ്. അതും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ്. അല്ലാതെ നമ്മുടെ എനർജിയുടെ യൂണിറ്റ് പറയുന്നത് ഏതാ? ജൂള. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഉപയോഗിക്കുന്ന യൂണിറ്റ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ. 1 കിലോ വാട്ട് അവറിനാണ് നമ്മൾ ഒരു യൂണിറ്റ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് യൂണിറ്റ്, 200 യൂണിറ്റ് ഞങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ. അത് എത്രയാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം 1000 വാട്ട് ഈസ് ഈക്വൽ ടു 1 കിലോ വാട്ട്. 1000 വാട്ട് ചേരുമ്പോഴാണ് 1 കിലോ വാട്ട് ആവുന്നത്. 1 കിലോ വാട്ട് വൈദ്യുതോർജ്ജം നമ്മൾ 1 മണിക്കൂർ ഉപയോഗിക്കുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പം നമ്മളെ വെള്ളം പമ്പ് ചെയ്യുന്ന നമ്മുടെ മോട്ടറുണ്ട്, അതിന്റെ പവർ 1000 വാട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ മോട്ടർ ഉപയോഗിച്ച് നമ്മൾ 1 മണിക്കൂർ വെള്ളം പമ്പ് ചെയ്യുന്നു. അപ്പോൾ 1 യൂണിറ്റ് കറണ്ട് ആവും. പിടികിട്ടിയോ? 1 കിലോ വാട്ട് അവർ ഉള്ള ഒരു വൈദ്യുത ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിച്ചാൽ 1 യൂണിറ്റ് കറണ്ട്. സിമ്പിൾ ആയിട്ട് പറയാം. അല്ലെങ്കിൽ 1000 വാട്ട് 1 മണിക്കൂർ ഉപയോഗിച്ചാൽ 1 യൂണിറ്റ് കറണ്ട്. ഇപ്പൊ ഈ 1 യൂണിറ്റിന് KWH എന്നാണ്. നമ്മുടെ വാട്ട് അവർ മീറ്ററിലോട്ട് എന്ന് നോക്കിയാൽ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് KWH. അതിന്റെ ഫുൾ ഫോം കിലോ വാട്ട് അവർ. ഇറ്റ് ഈസ് ദ കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. തെറ്റിക്കരുതേ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞു. 1000 വാട്ട് 1 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തേപ്പുപെട്ടി 500 വാട്ടിന്റെ ആണെന്ന് വിചാരിച്ചോ. അതപ്പോ എത്ര മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴായിരിക്കും 1 യൂണിറ്റ് കറണ്ട് ആവുന്നേ? 500 വാട്ടിന്റെ 2 മണിക്കൂർ പ്രവർത്തിച്ചാൽ 1 യൂണിറ്റ് കറണ്ട് ആയി. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു 100 വാട്ടിന്റെ ഒരു ബൾബ് ഉണ്ടെന്ന് വെച്ചാൽ, ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് ബൾബ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പ് 100 വാട്ടിന്റെ ആണ്. അതിപ്പോ 10 മണിക്കൂർ കത്തുമ്പോൾ 1 യൂണിറ്റ് കറണ്ടായി. ഇനി 10 വാട്ടിന്റെ ഒരു CFL ഉണ്ടെന്ന് വിചാരിച്ചേ, 10 വാട്ടിന്റെ. അപ്പോൾ അത് 100 മണിക്കൂർ കത്തുമ്പോഴേ 1 യൂണിറ്റ് കറണ്ട് ആവും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ പവർ കുറഞ്ഞ ഉപകരണങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന്? പവർ കൂടുന്തോറും അതെടുക്കുന്ന കറണ്ടിന്റെ അളവ് കൂടുതലായിരിക്കും.
അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി എത്ര യൂണിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മുടെ പുസ്തകത്തിനകത്തുണ്ട്, അത് പഠിച്ചോണമേ. നോക്കുക, വാട്ട് അവർ മീറ്റർ ഈസ് ദ ഡിവൈസ്. അതിനകത്ത് കിലോ വാട്ട് അവറിലാണ് മെഷർ ചെയ്യുന്നത്. കിലോ വാട്ട് അവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ KWH ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ. എത്ര മണിക്കൂർ ഉപയോഗിച്ചു എന്നാണ്, ഡിവൈഡഡ് ബൈ 1000. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000. എന്തിനാണ് ഡിവൈഡഡ് ബൈ 1000 ഇട്ടേക്കുന്നേ? കിലോ വാട്ടിലാക്കാൻ. പവർ ഇൻ വാട്ട് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, അതിനെ കിലോ വാട്ടിലാക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇൻറ്റു ടൈം ഇൻ അവർ. സാധാരണ നമ്മൾ എല്ലാ ഇക്വേഷൻസിലും നമ്മൾ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ഉപയോഗിക്കുന്നത്, അതാണ് ബേസിക് യൂണിറ്റ്. പക്ഷെ ഇവിടെ മാത്രം നമ്മൾ അവറിലാണ്, മണിക്കൂറിലാണ്, എത്ര മണിക്കൂർ ഉപയോഗിച്ചു. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ നമ്മുടെ വീട്ടില് ഒരു 100 വാട്ടിന്റെ ഒരു 5 ബൾബ് ഉണ്ടെന്ന് വിചാരിക്കുക. 100 വാട്ടിന്റെ 5 ബൾബ്, അത് ഒരു ദിവസം വൈകിട്ട് 5 മണിക്കൂർ അത് കത്തിക്കിടക്കുവാണെന്ന് വിചാരിക്കുക. ഒരു ദിവസത്തെ എനർജി, അത് ഉപയോഗിക്കുന്ന എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ വീട്ടില് 100 വാട്ടിന്റെ 5 ബൾബ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് വൈകിട്ട് നമ്മൾ 5 മണിക്ക് ഓൺ ആക്കിയിട്ട് 10 മണി വരെ അല്ലെങ്കിൽ 9 മണി വരെ 5 മണിക്കൂർ ഒരു ദിവസം ആണെങ്കിൽ അത് മാത്രം ഉപയോഗിക്കുന്ന കറണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ നോക്കുക, പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000 എന്നാണല്ലോ. അപ്പൊ 100 വാട്ടിന്റെ 5 ബൾബ് KWH ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 100. 5 അതിന്റെ എണ്ണമാണ്, 100 അതിന്റെ വാട്ടാണ്, ഇൻറ്റു ഉപയോഗിക്കുന്നത് എത്ര മണിക്കൂറാ? 5 മണിക്കൂർ ഡിവൈഡഡ് ബൈ 1000. നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. ഇവിടുത്തെ 2 0 ക്യാൻസൽ ചെയ്യാം, ഇവിടുത്തെ 2 0 ക്യാൻസൽ ചെയ്യാം, ഈ 10 ക്യാൻസൽ ചെയ്യാം, 5 ഇവിടെ 2 വരും. 5/2 എന്ന് പറയുന്നത് 2.5. 2.5 യൂണിറ്റ് കറണ്ട് ആയിരിക്കും അത് ഉപയോഗിക്കുന്നത്. ബൾബിന്റെ കാര്യം മാത്രമാണ് ടീച്ചർ ഈ കണക്ക് കൂട്ടിയത്. ഇങ്ങനെ നമുക്ക് ഓരോ ഉപകരണങ്ങളുടെയും കണക്ക് കൂട്ടാം. എന്തൊക്കെ അറിയണം? അതിന്റെ പവറും അറിയണം, അത് ഉപയോഗിച്ച സമയവും മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇപ്പൊ ബൾബിന്റെ എഴുതി, അടുത്ത് നമ്മൾ ഫാനിന്റെ എഴുതുന്നു, അടുത്ത് മോട്ടോർ ഉണ്ടെങ്കിൽ അത് എഴുതുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ ടോട്ടൽ എനർജി ആകും. അപ്പൊ ഒരു മാസത്തെ കാണണമെങ്കിലോ അതിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ അല്ലല്ലോ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എത്ര യൂണിറ്റ് എന്ന് കിട്ടും ഒരു മാസം? അതിനെ ഒരു യൂണിറ്റിന് 5 രൂപയാണെങ്കിൽ ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കിട്ടും, അടയ്ക്കേണ്ട രൂപ. അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്, അത് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇക്വേഷൻ മാത്രം കാണാതെ പഠിച്ചിരുന്നാൽ മതി. ഉപകരണത്തിന്റെ പവറും ടൈമും അറിയാമെങ്കിൽ നമുക്ക് അത് കൺസ്യൂം ചെയ്യുന്ന, അത് ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. Thank you.